ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ 100 ദിനങ്ങൾ പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലാകമാനം ജനമുന്നേറ്റ സദസ്സ് നടന്നുവരികയാണ്. ബിജെപി കുന്നമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനമുന്നേറ്റ സദസ്സ് കുന്നമംഗലത്ത് വെള്ളിയാഴ്ച നടന്നു. ബിജെപിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ജനമുന്നേറ്റ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. സത്യമാണ് ഈശ്വരൻ എന്ന് പഠിപ്പിച്ചിട്ടുള്ള ആ മഹത്തായ മുദ്രാവാക്യം നെഞ്ചിലേറ്റി നടക്കുന്ന ഒരു ജനസഞ്ചയം, ആ ജനസഞ്ചയത്തിന് മുമ്പിൽ അവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സദസ്സ് ഉപയോഗപ്പെടുത്തേണ്ടതെന്നാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും എതിരാളികളായ ആളുകളെ അവരുടെ ദോഷവശങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലുള്ള സാധാരണ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി കാര്യങ്ങൾ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ സാധിക്കണം. ആ സത്യം ഉറപ്പിച്ചു പറയാൻ സാധിക്കണം. അതുവഴി കേരളത്തിൽ ഒരു മാറ്റമുണ്ടാകണം എന്നാണ് ബിജെപിയുടെ സംസ്ഥാന ഘടകം ഈ സമ്മേളനത്തിന് തീരുമാനമെടുത്ത അവസരത്തിൽ വാസ്തവത്തിൽ അടിസ്ഥാനപരമായി സ്വീകരിച്ച സമീപനം അതാണ്. ശിവദാസൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ തളത്തിൽ ചക്രായുധൻ അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ബിജെപിയിൽ ചേർന്ന പ്രവർത്തകർക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി. ടി പി ജയേന്ദ്രൻ മാസ്റ്റർ, ചേറ്റൂർ ബാലകൃഷ്ണൻ മാസ്റ്റർ, ടി പി സുരേഷ്, പി ഹരിദാസ്, വാസുദേവൻ, പുഷ്പാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുന്നമംഗലം.